ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയറൊക്കെ തലേ ദിവസം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നന്നായിട്ടത് കഴുകി എടുത്തു. പിന്നെ അതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചിയും 2-3 വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടി ഇട്ടിനേനു. അത് ഞാനിവിടെ എടുത്തില്ല. അപ്പോൾ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച്, നന്നായിട്ട് വെള്ളമാവാൻ പാടില്ല, ഒരു കണക്കിന് മാത്രമേ, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നല്ലത്. വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ദോശ തവയിൽ പറഞ്ഞാൽ അത് ഇങ്ങനെ കിട്ടൂല. അപ്പോൾ കുറച്ച് കട്ടി തന്നെയാണ് നല്ലത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശക്കല്ല് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ എണ്ണയും കൂടി തടവി കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ദോശക്കല്ലിൽ തന്നെയാണ് ചുട്ട്. എനിക്ക് വേണ്ടിയിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നോൺ സ്റ്റിക്ക് തവയിലും ഉണ്ടാക്കാം, എണ്ണയൊന്നും ഇല്ലാതെ. അത് നല്ല മുരിഞ്ഞു വരും, മസാല ദോശയെല്ലാം പോലെ തന്നെ കിട്ടും. പക്ഷെ എനിക്ക് ഈ എണ്ണ തടവിയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിതിൽ ചെയ്തത്, ദോശക്കല്ലിൽ തന്നെ ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരു തവിയെടുത്ത് ഒഴിച്ചു. കുറച്ച് സമയം അതൊന്ന് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും അടിഭാഗമൊക്കെ മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തടവി കൊടുത്തു. അപ്പോൾ അത് തടകിയിട്ട് ഞാൻ അതിനെ അടിമറിച്ചിട്ടും കൂടി ഇടലുണ്ട്. അടിമറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ സമയം അങ്ങനെയും കഴിക്കാം. പക്ഷെ എനിക്ക് കുറച്ച് മുരിഞ്ഞതായിട്ടുള്ള ദോശയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ പിന്നെ രണ്ടാമത്തെയും കൂടി ഒഴിച്ചു. ഇതിലും അതുപോലെ തന്നെ സെയിം ആയി വരുമ്പോൾ എണ്ണയും തടവി കൊടുത്തിട്ട് അതും മറിച്ചിട്ടിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അരിദോശ പോലെ ചുട്ടിട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന നല്ല ക്രിസ്പി ആയിരിക്കും. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് 2 ദോശയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗറൊക്കെ ഉള്ളവർക്കും ഒക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്.